ഇപ്പൊ സമയം 12:40. സോ നമ്മള് നല്ല ഫുഡ് സ്പോട്ട് പിടിക്കാൻ വേണ്ടി പോവാണ്. ഇതിന് എന്താണ് അഭിപ്രായം? എന്താ കഴിക്കേണ്ടത്? മന്തി കഴിച്ചേക്കാം. നീ കഴിച്ചിട്ടുണ്ടോ ഇവിടുന്ന്? കഴിച്ചിട്ടില്ല. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും കേട്ടോ. ദിസ് മൈ ഫേവറേറ്റ് മന്തി സ്പോട്ട് അറ്റ് കൊച്ചി. ഒട്ടകമൊക്കെ ഉണ്ട്, സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെരി പെരി നല്ല എരിവാ, നല്ല എരിവാണ്. ഓക്കെ ഫൈൻ. അങ്ങനെ പെരി പെരി അൽഫാം മന്തി, പിന്നെ ഒരു ഇത് മൗണ്ടൻ ഡ്യൂ ഉണ്ടോ? ഒരു 1/2 ലിറ്റർ മൗണ്ടൻ ഡ്യൂ. നല്ല തണുപ്പില്ല കേട്ടോ. അടിപൊളിയാണോ? അത് ഹണി ചട്നിയാണ് കേട്ടോ. ഹണി ചട്നി എരിവുണ്ട് കേട്ടോ, നല്ല സ്പൈസി. പാലസ് എടപ്പള്ളി അടിപൊളി മന്തി. നമ്മളിപ്പോൾ മന്തി കഴിച്ചിട്ട് വന്നതാണ്. അൽഫാം പെരി പെരി അൽഫാം മന്തി നല്ല എരിവായിരുന്നു. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാൽ 10 out of 10, 101% 10 out of 10 ആണ്. കാരണം അത്രയ്ക്കും ഈവൻ റൈസ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അൽഫാം ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അമേസിങ്, ഒന്നും പറയാനില്ല. എന്താ പറയുന്നത്? അടിപൊളി ഫുഡ് അല്ലേ? ഓക്കെ, ഞാൻ സജസ്റ്റ് ചെയ്ത മോശമൊന്നുമായില്ലല്ലോ. എനിക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്താ? നമ്മുടെ അടുത്ത പരിപാടി ലുലു മോളിൽ പോകുന്നു, പിന്നെ കുറച്ചു നേരം കറങ്ങി നടക്കുന്നു. സിനിമയുടെ സമയമാകുമ്പോൾ സിനിമയ്ക്ക് കയറുന്നു. സിനിമയുടെ സമയമായോ? ഓൾറെഡി അയ്യോ, എന്നാ കറങ്ങി നടക്കാൻ സമയമില്ല. ഞങ്ങള് നൈറ്റ് റൈഡേഴ്സ് കാണാൻ വേണ്ടിയാണ് ലുലു മോളിലോട്ട് വന്നത്. പക്ഷെ ബ്ലോക്ക് കാരണം ഞങ്ങൾക്ക് ടൈം കഴിഞ്ഞു പോയി. അതുപോലെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ഇപ്പം വനിതാ വിനീത തിയേറ്ററിൽ ഇറങ്ങി അടുത്ത എവിടെയാണെന്ന് നോക്കിയിട്ട് വേണം പോവാൻ. അങ്ങനെയാണ് ഐസ്ക്രീം ഇരിക്കാം. ക്യാമറ ഐസ്ക്രീം അടിപൊളിയാണ്, നല്ല കോസ്റ്റ് എഫക്റ്റീവാണ്, അതിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നൈറ്റ് റൈഡേഴ്സ് കാണാൻ വന്ന ഞങ്ങൾ കണ്ടത് പാതിരാത്രി എന്ന് പറഞ്ഞൊരു പടമാണ്. ഡയറക്റ്റഡ് ബൈ റെത്തീന. നല്ല അടിപൊളി പടം. ഒരു ആവറേജ് മൂവിയാണ്. ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ത്രില്ലർ മൂവിയാണ്.